പ്രോഗ്രാം. ഇന്ന് ഹയയുടെ ഗ്രാജുവേഷൻ ഡേ ആണോ? Are you excited? Yes, excited. പപ്പ ഹയയുടെ ഗ്രാജുവേഷൻ വന്നോ? പപ്പ ഒന്നിൽ ഹാപ്പിയാ? Yes. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഹയയുടെ സ്കൂളിലെ കോൺവൊക്കേഷൻ സെറിമണിയാണ്. ഹയ പഠിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള പോത്തൻകോട് മേരി മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് കേട്ടോ. സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ആ റോഡ് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഹയ LKG കൊണ്ട് ചേർത്തപ്പോൾ തൊട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഒരുപാട് കംപ്ലയിൻസ് ഒക്കെ ചെയ്തിട്ടും റോഡിൻ്റെ പണി ഒന്നും ആവുന്നില്ല എന്ന് സ്കൂളുകാർ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും ആ റോഡും കൂടെ ഒന്ന് കാണിച്ചാൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ആ റോഡും കൂടെ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും പാരൻസ് കൂടെ ഉണ്ടായിരിക്കണം ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് കാരണം ഏട്ടനും തിരക്കുണ്ടായിരുന്നിട്ടും പെർമിഷൻ എടുത്തൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിൽ അവളുടെ പപ്പ കൂടെ ഉള്ളത് അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹയയുടെ ക്ലാസ് ടീച്ചർ വന്നിട്ട് എന്തായാലും പാരൻസ് ഓഡിറ്റോറിയത്തിലേക്ക് പൊക്കോളൂ, ഹയയെ ഞങ്ങൾ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞിട്ട് ഹയയെ ടീച്ചർ ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ. ഇവർക്കുള്ള കൺഗ്രാറ്റ്സിൻ്റെ കാർഡൊക്കെ ടീച്ചേഴ്സ് എല്ലാം കൂടെ ആയിരിക്കണം സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോഴേക്കും ഓഡിറ്റോറിയത്തിൽ കുറേ പാരൻസൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അവിടെ പ്രൊജക്ടറിൽ ഇവരുടെ ക്ലാസ് ടൈമിലുള്ള ഫൺ മൊമെൻറ്റ്സൊക്കെയും ടീച്ചേഴ്സിൻ്റെ കൂടെ ഉള്ള മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്ത് നല്ല നല്ല വീഡിയോസായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മിക്ക വീഡിയോസിലും അവരവരുടെ മക്കളെ കാണാൻ എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുമ്പോൾ ഓരോരുത്തരും ഈ ഗ്രാജുവേഷൻ ഗൗണൊക്കെ ഇട്ട് എന്ത് ക്യൂട്ടായിട്ട് എല്ലാവരും വരുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഹയയുടെ ക്ലാസ്സുകാരെയാണ് ഈ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഹയ എവിടെയെന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ട് അപ്പോൾ അതിനിടയിൽ ഹയ ഇല്ലായിരുന്നു. പിന്നീട് നോക്കുമ്പോഴാണ് ഹയ അതാ നിൽക്കുന്ന പ്രെയർ ഗ്രൂപ്പിൻ്റെ കൂടെ. അപ്പോൾ ഫസ്റ്റ് പ്രെയറിന് ഹയ പാടാനായിട്ടുണ്ട്. അപ്പോൾ അതിന് ഗ്രാജുവേഷൻ ഗൗൺ ഇടണ്ട. അങ്ങനെ പ്രെയർ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ അവിടെ നിൽക്കുകയാണ്. ഒരു ബോയും ബാക്കി എല്ലാ ഗേൾസും കൂടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അടുത്ത് നോക്കുമ്പോൾ കുറേ ചിയർ സ്റ്റിക്ക് വെച്ച് കുറേ വൈറ്റ് ഡ്രസ്സിൽ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അവർ വെൽക്കം ഡാൻസിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ ഈ ഗ്രാജുവേഷൻ ഗൗണൊക്കെ ഇട്ട കിഡ്സിനെ എല്ലാം ഫ്രണ്ട് റോയിൽ കൊണ്ടുവന്ന് ടീച്ചേഴ്സ് അറേഞ്ച് ചെയ്തിരുത്തുന്നുണ്ടായിരുന്നു. ഓരോ ഡിവിഷൻ ബൈ ഡിവിഷനായിട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ലാവൻഡർ എന്ന് പറയുന്ന ക്ലാസ്, ഇവർക്ക് നമ്മളൊക്കെ പഠിച്ചിരുന്നപ്പോൾ ABC ഡിവിഷനൊക്കെ ആയിരുന്നു. ഇവർക്ക് ലാവൻഡർ, ലോട്ടസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓരോ ക്ലാസ്സിനും ഓരോ ഫ്ലവേഴ്സിൻ്റെ പേരാണ്. അപ്പോൾ ഹയയുടെ ക്ലാസ് ലാവൻഡറാണ്. ഇത് ഹയയുടെ അടുത്ത ക്ലാസ്സിലെ സ്റ്റുഡൻസിനെയാണ് അടുത്ത് കൊണ്ടുവരുന്നത്. എല്ലാവരുടെ മുഖത്തും ആദ്യമായിട്ട് ഈ ഗ്രാജുവേഷൻ ഗൗൺ ഇട്ടതിൻ്റെ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഈ ഗ്രാജുവേഷൻ ഗൗണിൽ പാരൻസ് കാണുന്നതിൻ്റെ സന്തോഷവും അവരുടെ റിയാക്ഷൻ കാണാൻ വന്ന് നിൽക്കുന്നതും ഒക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. Welcome to our UKG convocation ceremony. Today is a special day as we celebrate the achievement of our little graduates. Let's begin this beautiful day by seeking God's blessing. I invite our students to lead us in a prayer. A loudly welcome to our talented students. A big round of applause for them. അടുത്തതായിട്ട് LKG സ്റ്റുഡൻസ് പ്രസന്റ് ചെയ്തൊരു വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിന്റെ സോങ് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരുന്നത് കാരണം. അപ്പോൾ നോക്കുമ്പോഴാണ് കൊയർ ടീം മെമ്പേഴ്സിനെയൊക്കെ ഗ്രാജുവേഷൻ ഗൗൺ ഇട്ടിട്ട് അവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഹയയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ വെൽക്കം ഡാൻസ് കഴിയാറായപ്പോൾ ഹയയും കൊയർ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും ടീച്ചേഴ്സ് സീറ്റ് നോക്കിയിട്ട് അകത്തേക്ക് കൊണ്ടിരുത്തുന്നുണ്ടായിരുന്നു. Wow, what a lovely performance. Give a big applause to our little ones. Next, to officially welcome everyone, I invite Deepa teacher to deliver the welcome speech. Everyone. Respected Principal Sister Princy Rajan, Local Manager Sister Ramya Teres, dear teachers, loving parents and your shining stars,
the wonderful UKG students. Lamp symbolizes knowledge and wisdom. Let's now proceed with the lighting of lamp. അങ്ങനെ ലാമ്പ് ലൈറ്റിംഗ് സെറമണി ആയപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന 3 സ്റ്റുഡൻസിനെ ചൂസ് ചെയ്തതിൻ്റെ കൂടെ ഹൈയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് ചെന്ന് നിന്ന് ഫോട്ടോ വീഡിയോ എടുക്കണം എന്നുള്ള പ്ലാനിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. സിസ്റ്റേഴ്സ് ടീച്ചേഴ്സും ഒക്കെ ഈ വിളക്ക് കൊളുത്തിയതിന് ശേഷം സ്റ്റുഡൻസിന് കൊടുക്കുമെന്നായിരുന്നു. അപ്പോഴേക്കും സിസ്റ്റർ കൊളുത്തി കഴിഞ്ഞ് ഉടനെ സ്റ്റുഡൻസ് കൊളുത്താൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പോലും ഒന്നും പറ്റിയില്ല. ആ ക്യാമറമാൻ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് മറഞ്ഞു നിന്നു കേട്ടോ. ഫോട്ടോയും കിട്ടിയില്ല, കാണാനും പറ്റിയില്ല എന്നുള്ള ഒരവസ്ഥയായിരുന്നു. അങ്ങനെ എന്തായാലും അതെല്ലാം കഴിഞ്ഞു. ഹൈക്ക് എന്തായാലും ആ സ്റ്റേജിൽ അങ്ങനെ കയറി നിന്നാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. മാതാപിതാക്കളെ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ മേരി മാതാ സ്കൂളിൻ്റെ പൂമ്പാറ്റകളായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷപ്രദമായ ഒരു ദിനമാണ്. സാധാരണ പ്രൊഫഷണൽ കോഴ്സ് കഴിയുമ്പോഴാണ് ഗ്രാജുവേഷൻ എന്ന ഒരു ചടങ്ങ് നടത്താറുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ UKG ക്ലാസ്സിൽ നിന്നും 89 കുഞ്ഞുങ്ങൾ ഇന്ന് 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു സെറമണിയിലൂടെ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിനമായി നമ്മളിന്ന് മാറ്റുകയാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം ശ്രദ്ധിച്ചു വളർത്തണം, കുത്തൊഴുക്കിൽ പെടാതെ സമൂഹത്തിന്റെ തിന്മയിൽ അകപ്പെടാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് വളർത്താൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ കുത്തൊഴുക്കിൽ അകപ്പെട്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല. കടമ്പനിട്ടയുടെ കോഴി എന്ന കവിതയിൽ തള്ളക്കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. മുകളിലും താഴെയും കണ്ണു വേണം, ഇരുവശങ്ങളിലും കണ്ണു വേണം, അണയാത്ത കണ്ണ് ഉൾക്കള്ളിൽ വേണം, ഉള്ളിൽ വേണം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ സമൂഹത്തിൽ എത്രമാത്രം ശ്രദ്ധയോടെ വളർത്തണമെന്ന് നമ്മുടെ മാതാപിതാക്കളെ ഈ സമയം ബോധ്യപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രസിദ്ധ ചിന്തകനായ മുല്ലാന സിദ്ധി, അദ്ദേഹത്തിന്റെ ഒരു ചിന്തയും കൂടി പങ്കുവച്ചിട്ട് ഞാൻ ഇവിടെ നിന്നും മാറിക്കൊള്ളാം. അദ്ദേഹം ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്നപ്പോൾ ഡ്രസ്സിൽ മുഴുവനും അഴുക്കായിരുന്നു. ആ പിതാവ് ആ കുഞ്ഞിനെ നല്ലൊരു അടിയടിച്ചു. എന്തിനാ അച്ഛാ എന്നെ അടിച്ചത്? നിന്റെ ഡ്രസ്സ് മുഴുവനും ഇത്ര ചെളി പറ്റാൻ നീ എവിടെയാ, സ്കൂളിലല്ലേ പോയത്? ഇത് നിനക്കൊരു പാഠമാകട്ടെ. പിറ്റേ ദിവസം വന്നപ്പോൾ അവനെ വീണ്ടും നല്ലൊരു അടിയടിച്ചു. അച്ഛൻ എന്തിനാ എന്നെ അടിച്ചത്? നിനക്കിന്ന് അവൻ കൊണ്ടുവന്ന പ്രോഗ്രസ് കാർഡിൽ അവന് മാർക്ക് കുറഞ്ഞു. ഈ മാർക്ക് കുറഞ്ഞതിന് നിനക്കതൊരു പാഠമാകട്ടെ എന്ന് കരുതി ഞാനൊരു അടിയടിച്ചതാണ്. 3ാം ദിവസം അവൻ ഡ്രസ്സിൽ ചെളിയും പറ്റിയില്ല, നല്ല മാർക്കും വാങ്ങി വന്നു. 3ാം ദിവസവും അവന് നല്ലൊരു അടി കൊടുത്തു. അച്ഛൻ എന്തിനാ ഇന്ന് എന്നെ അടിച്ചത്? നീ കൃത്യസമയത്ത് വീട്ടിൽ വരാത്തതിന് ഓർമ്മയായിട്ട് ഈ അടി നിനക്കിരിക്കട്ടെ. അപ്പോൾ 4ാം ദിവസവും കുട്ടി വന്നു. ഡ്രസ്സിൽ ചെളി വരണ്ടില്ല, അതുപോലെ തന്നെ അവൻ നല്ല മാർക്ക് വാങ്ങി. കൃത്യം അവൻ സ്കൂളിലെത്തുകയും ചെയ്തു, സ്കൂളിൽ നിന്നും വീട്ടിലെത്തുകയും ചെയ്തു. അപ്പൊ 4ാമത്തെ അടി അച്ഛാ എന്തിനാ എന്നെ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് അടികൾ നിനക്ക് കൊള്ളേണ്ടി വരും, അത് ഈ അടി നിനക്കൊരു പാഠമായിരിക്കട്ടെ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഓരോ കുറവുകളിലും എത്രമാത്രം ശ്രദ്ധയോടും തെറ്റുതിരുത്തിയും ശിക്ഷണം കൊടുത്തിയും വളർത്തുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉന്നതിയിലേക്ക് പോകുന്നത്. 2ാമത്തെ ഒരു കാര്യമാണ് മൊബൈൽ. നമ്മൾ ഓഫീസിൽ പോയിട്ട് വന്നാൽ അച്ഛനും അമ്മയുടെയും കയ്യിൽ മൊബൈൽ കാണും. കുഞ്ഞ് അംഗനവാടി പഠിക്കുന്ന കുഞ്ഞോ നേഴ്സറി പഠിക്കുന്ന കുഞ്ഞോ ആയിരിക്കാം. സ്കൂളിലെ ഒരുപാട് കാര്യങ്ങൾ ഈ കുഞ്ഞിന് അച്ഛനോടും അമ്മയോടും പറയാനുണ്ട്. അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അച്ഛൻ പറയും, നീ ഒന്ന് പോകുന്നോണ്ടെന്ന്, നീ സമയമില്ല. അപ്പോഴാണ് കുഞ്ഞ് അമ്മയെ കാണുന്നത്. അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴും ഇതേ പ്രതികരണമാണ്. കുഞ്ഞിന് കാണാൻ പറ്റാത്ത എന്തൊക്കെയോ
അച്ഛനും അമ്മയും ഈ മൊബൈൽ നോക്കി കാണുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളോട് അല്പം സംസാരിക്കാനും, അന്ന് സ്കൂളിൽ നടന്ന ടീച്ചർ എന്നെ അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു, എൻ്റെ കൂട്ടുകാര് ആയിട്ട് ഞാൻ കളിച്ചു, സ്കൂളിലെ രസകരമായ കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുവാൻ നമ്മൾ സമയം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല കുറവുകൾക്കും കാരണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വൈകുന്നേരമുള്ള ഈ കുറച്ച് സമയം നമ്മുടെ മാധ്യമങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്ന് ഓഫാക്കി നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അടുത്തിരുത്തി അവരോട് വർത്തമാനം പറയാനും കുശലം പറയുവാനും. പണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ വീട്ടിൽ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടെങ്കിൽ നമ്മുടെ കഥ പറയും. ആ കഥകളാണ് ഇന്ന് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്ന് കഥകൾ വായിക്കണമെങ്കിൽ പുസ്തകം നമ്മൾ വായിക്കുന്നില്ല. പുസ്തകം വായിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളും പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിലെ കൊച്ചു കൊച്ചു കഥകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയുവാൻ കഴിയണം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണർത്തണം. അങ്ങനെ അതിലൂടെ നാമും ഉണർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയും ഉണർത്തി നാളത്തെ നല്ല പൗരന്മാരായി നല്ല കുഞ്ഞുങ്ങളായി വളർത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. Sister, for your valuable words.